Welcome to MrUnbox and Travel. This is Moto's latest 5G smartphone, Moto G35. This product price is help This product specification price range the best comment price Qatar 500 Qatar riyal. India 5G smartphone എത്ര GB RAM ആണ് മെമ്മറി ആണെന്നുള്ള കാര്യം നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ മുമ്പോട്ട് പറയുന്നതാണ്. എന്നും പറയാറുള്ള പോലെ തന്നെ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ചാനൽ വീഡിയോസ് യൂസ്ഫുൾ ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിച്ചോളി. അപ്പോൾ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് ആണോ ഇല്ലേ എന്നുള്ള കാര്യം ഒന്ന് കണ്ടിട്ട് വരാം. ബോക്സിനകത്ത് നമ്മുടെ സ്മാർട്ട് ഫോൺ കൂടാതെ ഒരു ട്രാൻസ്പെറൻറ്റ് CPU കേസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. 20 വാട്ടിൻ്റെ ചാർജർ അഡാപ്റ്ററാണ് കൂടെ ലഭിക്കുന്നത്. പിന്നീട് ടൈപ്പ് എ ടു ടൈപ്പ് സി ചാർജിങ് കേബിൾ. 3 കളേഴ്സിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ അവൈലബിൾ ആകുന്നത്. ലീഫ് ഗ്രീന്, ഗുവാവ റെഡ്. ഇതിൻ്റെ രണ്ടിൻ്റെയും ബാക്ക് പാനൽ യൂസ് ചെയ്തിരിക്കുന്നത് വെഗൻ ലെതറാണ് വരുന്നത്. മൂന്നാമത്തെ കളറായിട്ടുള്ള മിഡ് നൈറ്റ് ബ്ലാക്കിൻ്റെ ബാക്ക് പാനൽ യൂസ് ചെയ്തിരിക്കുന്നത് പ്ലാസ്റ്റിക് ആണ്. എനിവേ ഈ ഒരു ബാക്ക് പാനലിൻ്റെ അതേ ഒരു കളർ തന്നെയാണ് നമുക്ക് ഫ്രെയിമിലും കാണാൻ സാധിക്കുന്നത്. പ്ലാസ്റ്റിക് ആണ് ബോഡി ഫ്രെയിം വരുന്നത്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലാണ് പവർ ബട്ടണും വോളിയം റോക്കേഴ്സും കാണാൻ സാധിക്കുന്നത്. 7.79 mm ആണ് ബോഡി തിക്നെസ്. 192 gram ആണ് ഈ ഒരു വെഗൻ ലെതറിലെങ്കിൽ 188 gram ആണ് പ്ലാസ്റ്റിക് മെറ്റീരിയൽ യൂസ് ചെയ്തിരിക്കുന്നത്. എനിവേ മുകൾ വശത്തായിട്ട് നമുക്ക് ഒരു നോയ്സ് ക്യാൻസലേഷൻ മൈക്ക് കാണാം. ലെഫ്റ്റ് സൈഡാണ് സിം ട്രേ യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു സമയം നമുക്ക് ഒരു നാനോ സിം കാർഡ് പ്ലസ് മെമ്മറി കാർഡ് എന്നുള്ള രീതിയിലാണ് യൂസ് ചെയ്യാൻ സാധിക്കുക. താഴ്വശത്തായിട്ട് നമുക്കൊരു 3.5 mm ഇയർഫോൺ ജാക്കും അതുപോലെ തന്നെ ഇന്റേണൽ മൈക്ക്, ടൈപ്പ് സി ചാർജിംഗ് പോർട്ട്, സ്പീക്കറുകൾ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഡിസൈനിൽ കാണാൻ സാധിക്കുന്നത്. സാധാരണ രീതിയിൽ ഇപ്പോൾ അടുത്ത കാലത്തൊക്കെ കണ്ടുവരുന്ന ആ ഒരു മോട്ടോയുടെ മിക്ക സ്മാർട്ട് ഫോണിൻ്റെ ആ ഒരു സിമിലർ ഡിസൈൻ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിലും കാണാൻ സാധിച്ചിട്ടുള്ളത്. ഡിസ്പ്ലേയുടെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 6.72 ഇഞ്ചിൻ്റെ IPS LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz ആണ് റിഫ്രഷ് റേറ്റ്. ഫുൾ HD+ ആണ് റെസൊല്യൂഷന്. 391 പിക്സൽ പെർ ഇഞ്ചാണ് ഇതിൻ്റെ ഡെൻസിറ്റി. അതുകൊണ്ട് തന്നെ നല്ല ഷാർപ്പായിട്ടുള്ള വ്യൂയിങ് എക്സ്പീരിയൻസ് നമുക്ക് ഇതിൽ ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ട്. പ്രൊട്ടക്ഷനായിട്ട് കോർണിംഗ് ഗോറില്ല ഗ്ലാസിൻ്റെ 3 ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ 1000 nits ആണ് ഇതിൻ്റെ മാക്സിമം ബ്രൈറ്റ്നസ് ലെവൽ വരുന്നത്. അതുകൊണ്ട് തന്നെ വെളിയിൽ പോയാൽ തന്നെ നമുക്ക് അത്യാവശ്യം ഒരു ഡീസൻ്റ് ആയിട്ടുള്ള വ്യൂയിങ് എക്സ്പീരിയൻസ് നമുക്ക് ഇതിൽ ആസ്വദിക്കാൻ കൂടി സാധിക്കുന്നുണ്ട്. HDR10 കണ്ടന്റ് കൂടി ഇതിൽ സപ്പോർട്ടാണ്. അപ്പോൾ ഓവറോൾ ഡിസ്പ്ലേ വൈസ് പറയുകയാണെങ്കിൽ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഡിസ്പ്ലേ ആയിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. യൂണിസോക്കിന്റെ T760 എന്ന് പറയുന്ന 5G ചിപ്സെറ്റ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ യൂസ് ചെയ്തിരിക്കുന്നത്. 6 nm ടെക്നോളജിയിൽ ഒക്ടാ കോറിൽ 2.2 GHz ആണ് ക്ലോക്ക് സ്പീഡ്. അതുപോലെ തന്നെ മാലി G57 ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന GPU. എനിവേ പെർഫോമൻസിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇത്രയും ദിവസം യൂസ് ചെയ്ത എക്സ്പീരിയൻസിൽ എനിക്കങ്ങനെ പറയത്തക്ക രീതിയിൽ ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമില്ല. നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിട്ട് തന്നെയാണ് ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എസ്പെഷ്യലി ഗെയിമിങ്ങിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ പൊതുവെ അറിയാം ഈ ഒരു പ്രൈസിൽ നമ്മൾ ഗെയിം കളിക്കുന്ന സമയത്ത് ചെറുതായിട്ട് ലാഗും കാര്യങ്ങളൊക്കെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. പക്ഷേ ഞാനിതിൽ ആസ്പെൽറ്റ് 9 ആണ് കളിച്ചിട്ടുള്ളത്. ഏകദേശം അരമണിക്കൂറിനടുത്ത് ഞാൻ ഇതിൽ ഗെയിം കളിച്ചിട്ടുണ്ട്. എനിക്ക് ആ ഒരു സമയത്തൊന്നും യാതൊരു തരത്തിലുള്ള ഇഷ്യൂ ഇല്ല. നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ ഗെയിം കളിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതായത് ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ നമ്മൾ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത് അതിൽ മുകളിലുള്ള ഒരു ഗെയിമിംഗ് പെർഫോമൻസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷെ അത്രയും സമയം ഞാൻ ഗെയിം കളിച്ച സമയത്ത് ചെറുതായിട്ട് ഫോൺ വാമാവുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. എനിവേ ഖത്തറിൽ ഇപ്പം നിലവിൽ 8 GB റാമിൽ 128 എന്ന് പറയുന്ന മെമ്മറി വേരിയന്റിലാണ് അവൈലബിൾ ആകുന്നത്. ഇപ്പം നിലവിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇന്ത്യയിൽ ഒരുപക്ഷെ ഇതല്ലാതെ 4 GB + 128 എന്നുള്ള മെമ്മറി വേരിയൻസിലും ഇറങ്ങാൻ സാധ്യതയുണ്ട്. എനിവേ LPDDR4X ആണ് റാം ടൈപ്പ് വരുന്നത്. നമുക്കിതിൽ 2 കാർഡ് സ്ലോട്ടാണ് വരുന്നത്. ഒരു സമയം നമുക്കിതിൽ ഒരു സിം കാർഡ്, നാനോ സിം കാർഡ് പ്ലസ് മെമ്മറി കാർഡ് എന്നുള്ള രീതിയിൽ അപ് ടു 1 TB വരെ നമുക്കിതിൽ മെമ്മറി യൂസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ അപ് ടു 8 GB വരെ നമുക്കിതിൽ റാം എക്സ്പാൻഷൻ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എനിവേ കണക്ടിവിറ്റിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഡ്യുവൽ 4G LTE ഇതിൽ സപ്പോർട്ടാണ്. 13ഓളം 5G ബാൻഡ് ഇതിൽ സപ്പോർട്ടാണ്. ഡ്യുവൽ വൈഫൈ ബാൻഡ് ഇതിൽ സപ്പോർട്ടാണ്. അതുപോലെ തന്നെ ബ്ലൂടൂത്തിൻ്റെ 5.0 ആണ് വരുന്നത്. ഈ ഒരു മിഡിൽ ഈസ്റ്റ് വേർഷനിൽ NFC സപ്പോർട്ടാണ്. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൽ നമുക്ക് 2 സിം കാർഡ് യൂസ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഒരു സമയം ഒരു ഫിസിക്കൽ സിം കാർഡ് പ്ലസ് ഇ സിം കാർഡ് എന്നുള്ള രീതിയിലാണ്. നമുക്ക് ഒരേ സമയം 2 ഫിസിക്കൽ സിം കാർഡ് യൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. ഒരു ഇ സിം കാർഡ്, ഒരു ഫിസിക്കൽ സിം കാർഡ് എന്നുള്ള രീതിയിലാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ സാധിക്കുക. എനിവേ സോഫ്റ്റ്വെയറിൻ്റെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ Android 14 ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രവർത്തിക്കുന്നത്. നമുക്കറിയാം മോട്ടോറോളയുടെ സ്മാർട്ട് ഫോൺ ആയതുകൊണ്ട് തന്നെ അങ്ങനെ പറയത്തക്ക രീതിയിൽ യാതൊരു തരത്തിലുള്ള ബ്ലോട്ടേഴ്സോ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ ഇതിലുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള യൂസർ ഇൻ്റർഫേസ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ വൈസ് വലിയ ഇഷ്യൂസോ കാര്യങ്ങളൊന്നും ഇതുവരെ എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഇപ്പോൾ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ വൈസ് പറയുകയാണെങ്കിൽ
ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. ബാറ്ററിയുടെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 5000 mAh ബാറ്ററിയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. 20 വാട്ടിന്റെ ചാർജർ നമുക്ക് ഇതിനോടൊപ്പം ലഭിക്കുന്നുണ്ട്. പക്ഷേ 18 വാട്ടാണ് ഇതിന്റെ മാക്സിമം ചാർജിങ് സ്പീഡ് എന്ന് പറയുന്നത്. എനിവേ ബാറ്ററി പെർഫോമൻസിനെ കുറിച്ച് പറയാനാണെങ്കിൽ കൂടിയും നമ്മളൊരു ഹെവി യൂസർ ആണെങ്കിൽ ഏകദേശം ഒരു ദിവസത്തിനടുത്ത് ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ സാധിക്കും. അതല്ല നമ്മളൊരു നോർമൽ യൂസർ ആണെങ്കിൽ ഒരു ദിവസത്തിന് മുകളിലും ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ബാറ്ററി ലൈഫ് ലഭിക്കുന്നുണ്ട്. ഡോൾബി അറ്റ്മോസ് സപ്പോർട്ടഡ് സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ലൗഡിയാണ്. മാത്രമല്ല ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ വൺ ഓഫ് ദ ബെസ്റ്റ് സ്പീക്കർ ക്വാളിറ്റി ആയിട്ടാണ് ഫീൽ ചെയ്തത്. സൈഡ് മൗണ്ടഡ് ഫിംഗർ സെൻസർ ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അത്യാവശ്യം ഒരു ആക്യുറേറ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ നമുക്ക് ഇതിൽ ഫിംഗർ ലോക്ക് വർക്ക് ചെയ്യുന്ന കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി ഫേസ് ലോക്കിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഫേസ് ലോക്കും വളരെ പെട്ടെന്ന് തന്നെ ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു ആനിമേഷന്റെ ലാഗ് നമുക്ക് ഫേസ് ലോക്കിലും ഫിംഗർ ലോക്കിലും ചെറുതായിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട്. 2 ക്യാമറയാണ് പിറകിൽ വരുന്നത്. 50 മെഗാ മെയിൻ ലെൻസും 8 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ് ലെൻസും. ഇനി റിയർ ക്യാമറയിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസിനെ കുറിച്ച് പറയാനാണെങ്കിൽ ആദ്യം തന്നെ മിക്ക ഫോട്ടോസും നമുക്കൊരു ഇത്തിരി കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളേഴ്സിലാണ് ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഡീറ്റെയിൽ വൈസ് നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്രൈസ് സെഗ്മെന്റ് വെച്ച് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഷാർപ്പായിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഫോട്ടോസ് തന്നെ നമുക്ക് ലഭിച്ചെന്ന് പറയാൻ സാധിക്കും. എസ്പെഷ്യലി ടൈലൈറ്റ് പെർഫോമൻസ് നല്ലതാണ്. അതുപോലെ തന്നെ HDR പെർഫോമൻസ് നല്ല രീതിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഈവൻ പോർട്രേറ്റ് ഫോട്ടോസും അത്യാവശ്യം നല്ല രീതിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലാണെങ്കിൽ നമുക്കൊരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു നൈറ്റ് ഫോട്ടോഗ്രാഫിയും എനിക്കിതിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. എനിവേ അൾട്രാ വൈഡ് ലെൻസിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസിനെ കുറിച്ച് പറയാനാണെങ്കിലും ആ ഒരു 8 മെഗാ പിക്സൽ ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു ഡീസൻ്റ് ആയിട്ടുള്ള അൾട്രാ വൈഡ് ഫോട്ടോസ് ആയിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷേ ഇതിൻ്റെ റിയർ ക്യാമറയിൽ എടുത്തിരിക്കുന്ന വീഡിയോഗ്രാഫിയെ കുറിച്ച് പറയാനാണെങ്കിൽ അത് ഞാൻ പറയുന്നില്ല, ഇതിൻ്റെ കൂടെ സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് കണ്ടുകൊണ്ട് നിങ്ങൾക്ക് തന്നെ വിലയിരുത്താവുന്നതാണ് എത്രത്തോളം നല്ലതാണ് അല്ലെങ്കിൽ മോശമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ റിയർ ക്യാമറയിൽ എടുത്തിരിക്കുന്ന വീഡിയോഗ്രാഫി എന്നുള്ളത്. എനിവേ സെൽഫി ക്യാമറയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ 16 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മിക്ക സമയത്തും നമുക്ക് നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള ഫോട്ടോസ് നൽകുന്നുണ്ട്. അതേസമയം തന്നെ ചില സമയത്ത് ചില ഫോട്ടോസിലൊക്കെ നമുക്ക് ഒരു ഇത്തിരി സോഫ്റ്റ്നെസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് ഒരു ആർട്ടിഫിഷ്യൽ ഒരു ഫീൽ നമ്മുടെ ഫേസിലൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഡൈലൈറ്റ് പെർഫോമൻസ് നല്ലതാണ്. അതുപോലെ തന്നെ പോർട്രേറ്റ് ഫോട്ടോസും നല്ലത് തന്നെയാണ്. അതുപോലെ തന്നെ HDR പെർഫോമൻസ് നല്ല രീതിയിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലാണെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള നൈറ്റ് ഫോട്ടോഗ്രാഫി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഓവറോൾ ക്യാമറ പെർഫോമൻസ് വൈസ് പറയുകയാണെങ്കിൽ നിസ്സംശയം പറയാൻ സാധിക്കും ഈ ഒരു പ്രൈസ് സെഗ്മെന്റിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ക്യാമറ പെർഫോമൻസ് തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. റിയർ ക്യാമറ വീഡിയോ ഫുട്ടേജ് ആണിത്. 4K 30 ഫ്രെയിം പെർ സെക്കൻഡ് ആണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ. അതിലാണ് നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് HDR പെർഫോമൻസ് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് എടുത്ത് പറയേണ്ടതായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത് ഒന്ന് ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ 4K കൊടുത്തത്, അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്റ്റെബിലിറ്റിയാണ് ഈ ഒരു വീഡിയോയിലേക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. സെൽഫി വീഡിയോ ഫുട്ടേജ് ആണത്. ഫുൾ എച്ച്ഡിയിൽ 30 ഫ്രെയിം പെർ സെക്കൻഡ് ആണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ വരുന്നത്. സ്റ്റെബിലിറ്റി ഒരു ഡീസൻ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഇത്തിരി കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളേഴ്സ് ആണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ HDR പെർഫോമൻസും കുഴപ്പമില്ലാത്ത രീതിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഓവറോൾ പറയുകയാണെങ്കിൽ ഒരു എബോവ് ആവറേജ് എന്നുള്ള രീതിയിലാണ് എനിക്ക് വീഡിയോ ക്വാളിറ്റി ഫീൽ ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ പ്രൈസ് ഇവിടെ ഖത്തറിൽ വരുന്നത് 8+128 419 ഖത്തർ റിയാലാണ് ഒഫീഷ്യലി പ്രൈസ് വരുന്നത്. ഏകദേശം ഇന്ത്യയുടെ 11,500 രൂപയിലും താഴെ. അപ്പം ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ടുള്ളവരാണെങ്കിൽ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ ഇതിലും മികച്ച ഏതെങ്കിലും സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു കാര്യം ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. എസ്പെഷ്യലി ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ ക്വാളിറ്റി ആണെങ്കിലും അതുപോലെ തന്നെ ക്യാമറ പെർഫോമൻസ്, ഈവൻ ആ ഒരു ഗെയിമിംഗ് പെർഫോമൻസ്, അതുപോലെ തന്നെ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കർ ഉൾപ്പെടുത്തിയത്, ആ ഒരു 4K വീഡിയോ ഈ റിയർ ക്യാമറയിൽ ഉൾപ്പെടുത്തിയൊക്കെ എനിക്കൊരു പോസിറ്റീവായിട്ട് തന്നെ തോന്നിയിട്ടുണ്ട്. അപ്പം എടുത്തു പറയത്തക്ക രീതിയിലുള്ള നെഗറ്റീവും കാര്യങ്ങളും എനിക്ക് ഇതുവരെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നിസ്സംശയം എനിക്ക് പറയാൻ സാധിക്കും ഖത്തറിൽ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള ആ ഒരു 500 ഖത്തർ റിയാൽ റേഞ്ചിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സ്മാർട്ട് ഫോണുകളിൽ ഒന്ന് തന്നെയാണ് ഈ ഒരു മോട്ടോ G35 എന്ന് പറയാൻ സാധിക്കും. അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ചുള്ളത്? ആ ഒരു കാര്യം ദയവ് ചെയ്തൊന്ന് കമൻറ്റ് ചെയ്യുക. ടെക് സംബന്ധമായിട്ടുള്ള സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്കിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അവിടെ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ വീഡിയോസ് യൂസ്ഫുൾ ആണെന്ന് കരുതിയാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിച്ചോളി. മറ്റൊരു പുതിയൊരു വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയിൽ തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു. സയ്യിദ് ഇർഷാദ്.